സുന്ദര എങ്ങനെയുണ്ട്? നീ ആ മെഡിസിൻസിന്റെ ലിസ്റ്റ് മെയിൽ ചെയ്തായിരുന്നോ? ആ, ഇന്നലെ തന്നെ അയച്ചായിരുന്നു. താങ്ക് യു. നീ ഇന്ന് ഏത് ഡോക്ടറെ കാണുന്നു? ആനി ഡോക്ടർ. ആനി ഡോക്ടർ? ആ മെഡിക്കൽ കോളേജ് പുതിയ ഡോക്ടർ. ഓഹോ, അതാണ് ഇപ്പൊ രാവിലെ കട്ടിങ്ങും ഷേവിംഗ് ഒക്കെ. നടക്കട്ടെ മോനെ, നമ്മളായിട്ട് ചാൻസ് ഒന്നും കളയണ്ട. നമുക്ക് ഇറങ്ങാം. ഫൈസ് ഇപ്പൊ പൈസ ആയിട്ട് വരും. അവൻ ഇന്നാണോ വരാന്ന് പറഞ്ഞേ? അവൻ വരും എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി. ഇന്ന് ഞാൻ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. 10 മണിയാകുമ്പോ വരും. ഓ, ഇത് നോക്കി 10:10 ഇപ്പോഴേ. നീ അവനൊന്ന് വിളിച്ചു നോക്ക്. എടാ, ഞാൻ ഫോണൊന്ന് തരുമോ? ഒരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്ത് നോക്കാം. ആ തെണ്ടി 2-3 മാസമായിട്ട് എന്നെ പറ്റിക്കുക. അതെ, അവന്റെ മെസ്സേജ് വന്നേക്കുന്നു. 11 മണിയാവുന്നു. എനിക്കെന്താ വേറെ പണിക്കൊന്നും പോണ്ടേ? നീ എന്തായാലും കാശ് വാങ്ങിയെടുക്ക. എനിക്ക് പോയേ പറ്റൂ, 10:15. ആ, നീ പോയിട്ടോ. എടാ, നീ പോണ വഴിക്ക് 50 രൂപയ്ക്ക് ഒന്ന് റീചാർജ് ചെയ്തേക്ക്. ശരിടാ, വൈകുന്നേരം കാണാം. ഓക്കെ. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കും.
available balance is not sufficient to make an outgoing call. മറന്നല്ലോ. സജാസേ, റീസേ, നീ എങ്ങോട്ടാ? ഞാൻ പോന്നോരെ ഒരു റീചാർജ് ചെയ്ത് തരാൻ പറ്റുമോ നിനക്ക്? ചെയ്യാലോ. നിനക്കാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്കില്ലേ? ഓക്കെ. കാശ് വേണോ? കിട്ടിയേക്കൊള്ളാം. പഴയ ചിത്രമൊന്നും മാറിയിട്ടില്ലല്ലേ? ജീവിച്ച് പോട്ടടേ. ആയോട്ടാ, ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. ആയിട്ടില്ലല്ലോ. ആ നമ്പർ ഒന്ന് കാണിച്ച്. ഇത് 9 നമ്പറല്ലേ ഉള്ളൂ. ഓ, അവൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതായിരിക്കും. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ, പറഞ്ഞു. അപ്പോൾ ഇത് സെയിം റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ് അല്ലേ? യെസ് സർ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. അമിനോ ആസിഡ് ചെയിൻസിനകത്ത് വരുന്നൊരു ചേഞ്ച് ആണത്. 22nd അമിനോ ആസിഡ് ആൻഡ് 23rd അമിനോ ആസിഡ്. എക്സ്ക്യൂസ് മീ. ഇറ്റ്സ് ഓക്കെ, എടുത്തോളൂ, സംസാരിച്ചോളൂ. നോ സർ, ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് കോൾ. ശേ, എന്തായാലും ആ പൈസ വിളിക്കട്ടെ. അവൻ തന്നെ ഒന്ന് റീചാർജ് ചെയ്തോളൂ. ശരി, ഓക്കെ ഏട്ടാ, ശരി. നിതിനെ, എവിടെ പോയി കിടക്കാൻ? ആ ഫായിസേ, പറയടാ. ഇവിടെ ഞാനിവിടെ വീടിന്റെ മുമ്പിലുണ്ട്. ഇവിടെ നിതിനില്ലല്ലോ. ഇവിടെ ഞാൻ ഇറങ്ങാൻ നേരത്തെ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനെ ഫോണും വിളിച്ചിട്ട് എടുക്കണില്ല. അവിടെ തന്നെ കാണും, നീ നോക്ക്. ഇത്രയും നേരം ഞാനിവിടെ മുട്ടായിരുന്നു, അവൻ ഇവിടെ ഇല്ല. അവനോട് ബാത്റൂമിലെങ്ങാനും കാണും, നീ അവനെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇതാ 15 മിനിറ്റായി ഞാൻ അവിടെ വന്നിട്ട്. ഇത്രയും നേരം ഞാൻ അവനെ വിളിക്കായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ, ഞാനൊരു 10 രൂപ വിളിച്ചാണ്. ഇനിയിപ്പോ നീ വിളിച്ചിട്ട് എന്താ കാര്യം? 100 കൂട്ടം പണിയുള്ളത് കളഞ്ഞിട്ടാ ഞാൻ വന്നേക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കുറച്ചേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അവന് കാശിന് ഇത്തിരി അത്യാവശ്യം. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ സജാസെ? ഞാൻ കുറെ നേരം ഇവിടെ നിൽക്കണം. നീ പറ, നീ എത്ര രൂപയാണ് നിൽക്കണം? നീ എന്താന്ന് വെച്ചാ ചെയ്യും. നീയിപ്പോ ഞാൻ എന്തായാലും കണ്ണൂർ പോവാ, അടുത്ത ആഴ്ച വരുള്ളൂ. അവനോട് പൈസ ഞാൻ അപ്പൊ തരാന്ന് പറ. പറഞ്ഞേക്കാം. ഓക്കെ. പട്ടി പട്ടി ഓ ഓ ഓ
സർ 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 ഞാൻ ബ്രിട്ടാനിക്ക പബ്ലിക്കേഷൻ വരികയാണ്. ഞങ്ങളുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് സർ, എൻസൈക്ലോപീഡിയ സ്റ്റുഡൻറ് അറ്റ്ലസ്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വളരെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് സർ. സാറിൻ്റെ വീട്ടിൽ കുട്ടികളുണ്ടാവും, നോക്കണമെങ്കിൽ ഇല്ല സർ, സ്റ്റുഡൻസ് അറ്റ്ലസ്. മോനെ ആ ഗേറ്റ് ഒന്ന് തുറക്കൂ. തുറക്കാം, അത് തുറന്നേരം സർ. മുഴുവനായിട്ട് വേണോ? കുറച്ചുകൂടെ ഇപ്പുറത്ത് കുറച്ചുകൂടെ. ബസ് മതി. ഓക്കെ. സർ ഈ അറ്റ്ലസിന്റെ വില എന്ന് പറഞ്ഞാൽ വളരെ സർ സർ ആ റീസ നിന്റെ മിസ് കോൾ കണ്ടല്ലോ. ആടാ ഞാൻ വിളിച്ചെന്താ വെച്ചാലേ ആ നമ്പർ തെറ്റായിരുന്നോടാ. അതാകെ 9 നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ നീ റീചാർജ് ചെയ്തില്ല? നമ്പർ ഇല്ലാതെ എങ്ങനെയാടാ റീചാർജ് ചെയ്യണേ? ഇനി അവിടെ എത്തി അവനെ കൊല്ലും. അത് സാരല്ലടാ, പൈസ ഞാൻ കടയിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ തന്നെ അങ്ങ് പോയി ചെയ്താൽ. സാരമില്ലടോ. നിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലടാ, ഇനി ഒരു ഡോക്ടറും കൂടി കാണാനുണ്ട്. എടാ ഞാനേ ഇപ്പിത്തെ തിരക്കില്ല, നിന്നെ അങ്ങോട്ട് വിളിക്കാം. ശരിടാ, ഓക്കെ ശരി. പറഞ്ഞോ. എന്തുപറ്റിയടോ? ഹലോ ഹലോ. മരുന്ന് കഴിക്കാൻ നമ്മൾ ട്രസ്റ്റ് എടുക്കാം. കാലിന് അധികം സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ലിഗമെന്റ്സ് ടയറാവും. നമുക്കധികം ട്രസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി വർക്കൊക്കെ സജാസിനെയും കൂടെ ഏൽപ്പിക്കുക. ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ നിൽക്കും. അങ്ങനെയാണല്ലോ അവസ്ഥ. കേട്ടിക്കൊണ്ടു. ഹായ്. ഹലോ ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല. ഹെഡ് ഇഞ്ചുറി ഉണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞൊന്ന് കൊണ്ടുവന്നാൽ മതി ചെക്കപ്പിനായിട്ട്. വലിയ കേടുപാടൊന്നുമില്ല. അഡ്മിറ്റ് ചെയ്യാനുള്ള കേടുപാടൊന്നുമില്ല. ഓക്കെ നിതിൻ. അറിയാവുന്ന പണിക്ക് പോയാ പോരെ. ഫാൻ നന്നാക്കുന്ന ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും രാവിലത്തെ കട്ടിങ് ഷേവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഭാഗ്യം വന്ന് കയറാനുണ്ടെന്ന്. എന്നാലും 1 മണിക്കൂർ നീ അവിടെ കിടന്നിട്ട് കുറച്ചുകൂടി നേരത്തെ നിനക്കെന്നെ വിളിക്കായിരുന്നു. എടാ, കോപ്പി അതിന് മൊബൈലിൽ ബാലൻസ് വേണ്ടേ? നിനക്കതല്ലേ കാശ് തന്നു വിട്ടത്, മനസ്സിലായോ? അത് നീ എവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ചെയ്യണമായിരുന്നില്ലേ? 1 മണിക്കൂർ കഴിഞ്ഞാണോ ചെയ്യുന്നത്? ഞാൻ റീചാർജ് ചെയ്യുന്നു. എടാ കളിയാക്കല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എന്നിട്ട് എന്റെ ഫ്രണ്ടിനെ പറഞ്ഞിട്ടു, അവനും മറന്നുപോയി. അവർക്ക് ഞാൻ തന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നിന്റെ കോള് കാണുന്നത്. റീചാർജ് ആയല്ലോ. എന്താ നോക്കിക്കേ, 50 രൂപയ്ക്ക് റീചാർജ് ആയി. ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല. നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ ആരുമില്ല. ആരായിരിക്കും? എന്തായാലും ഞാനല്ല. ഇതാ നിനക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്.
ദാ നിന്റെ മൊബൈലിലേക്ക് ഞാൻ ഒരു നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു 100 രൂപയ്ക്കൊന്ന് റീചാർജ് ചെയ്തേക്ക്. ശരിയാ, ചെയ്തേക്കാം. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? സജാസെ, എന്തോ? നീ മാലാഖയെ കണ്ടിട്ടുണ്ടോ? നമുക്ക് തല ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്താലോ?